ശ്രീ പാലകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം നടന്നു വരികയാണ്. ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച രാവിലെയോടെ രാമായണ പാരായണം സമാപിക്കും. ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ, ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നീ, നാശമരികളാലുണ്ടാകയില്ലതേ. നിന്റെ സഹായം കൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചത്. അപ്പം അതുകൊണ്ട് നീ ലങ്കയിൽ പോയിട്ട് സുഖമായിട്ട് താമസിക്കാം, ഒരു ശത്രുക്കളെ കൊണ്ട് നിനക്ക് ഒരു ഭയം ഉണ്ടാവില്ല എന്ന് പറയാണ്. എന്നിട്ടോ, എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപനായി വസിച്ചിടടോ, വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിടുകെന്ന് നിയോഗിച്ചു. എന്താണ്? സദാ വിഷ്ണുപൂജ നടത്തുക, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, എന്നിട്ട് ആ വിഷ്ണുപൂജയൊക്കെ നടത്തിക്കൊണ്ട് വിഷ്ണുപരായണനായിട്ട് മുക്തനായിട്ട് വാണോളൂ എന്ന്. പോയ വർഷങ്ങളിൽ എന്ന പോലെ ഏറെ ഭക്തിസന്ദ്രമായ അന്തരീക്ഷത്തിലാണ് പാലകുറുമ്പ ക്ഷേത്രത്തിൽ രാമായണ പാരായണം നടന്നു വരുന്നത്. രൂപേഷ് മാരാരുടെ നേതൃത്വത്തിൽ കർക്കിടകം 1 ആരംഭിച്ച രാമായണ പാരായണം ഓഗസ്റ്റ് 16 രാവിലെയോടെ സമാപിക്കും. ഇവിടെ പാലകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 31 ദിവസമായിട്ട് രാമായണ പാരായണവും അതിൻ്റെ തത്വപ്രഭാഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അതിൻ്റെ സമ്പൂർണ്ണ യജ്ഞസമർപ്പണമാണ് നാളെ നടക്കുന്നത്. രാമായണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സകല അന്ധകാരങ്ങളെയും മാറ്റിയിട്ട്, അവിടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരങ്ങളെ മാറ്റിയിട്ട് അവിടെ വിജ്ഞാനത്തിൻ്റെ പ്രകാശത്തെ പരത്താൻ ഉതകുന്ന ഏറ്റവും പ്രധാനമായ ഒരു തത്വസംഹിത തന്നെയാണ് രാമായണം എന്ന് പറയുന്നത്. അത് ഇത്രയും ദിവസം അതിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളെയൊക്കെ എന്നാലാവുന്ന വിധത്തിൽ വിശദീകരിച്ചിരുന്നു. തുടർന്ന് അതിന് മനസ്സിലായ ആളുകൾ, ഈ പങ്കെടുത്ത ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ആ തത്വങ്ങളാണ് രാമായണ കഥകളേക്കാൾ കൂടുതൽ, ആ കഥകൾക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ആ തത്വങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ച എല്ലാവരും പുണ്യവാന്മാരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നാളെ ഈ യജ്ഞസമർപ്പണം, സമ്പൂർണ്ണ യജ്ഞസമർപ്പണമാണ് മഹാരതിയോട് കൂടിയിട്ട്. അതിൽ ഇനി ഇതുവരെയുള്ള അല്ലാത്ത ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാൻ കാരണം നാളെ ഫലശ്രുതിയാണ്. ഇതുവരെ ഏതെങ്കിലും തരത്തിൽ രാമായണ ഭാഗങ്ങളെ കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ആ മുഴുവനായിട്ട് കേട്ടിട്ടുള്ള ഫലം അനുഭവിക്കാനും കൂടിയുള്ള ഒരു സമയമാണ് നാളത്തെ ഫലശ്രുതി വായനയിൽ പറയുന്നത്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.